ഗായ്സ് സമയം ഏകദേശം രാവിലെ 7 മണി കേട്ടോ. അപ്പൊ നമുക്ക് ഫാമില് 7 മണിക്ക് എന്റെ കുറച്ച് പരിപാടികൾ കാണിച്ചു. രാവിലെ തന്നെ ഫാമിലേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ അവിടെ ഇവിടെയും തട്ടാതെ വരുന്ന വെയിലും അണ്ണാങ്കുഞ്ഞിന്റെ സൗണ്ടും കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് ഭയങ്കര കളർഫുള്ളാണ്. അതിൻ്റെ കൂടെ ഫാമെല്ലാം ചുറ്റിക്കണ്ട് മീനുകളെല്ലാം നോക്കി അവർക്ക് തീറ്റയും കൂടി കൊടുക്കുമ്പോഴല്ലോ ഡബിൾ ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഈ കാണുന്ന ലോബ്സ്റ്ററിന്റെ കുഞ്ഞാണ് കേട്ടോ. ലോബ്സ്റ്റർ മുട്ടയിട്ട് കിടക്കണാട്ടുണ്ടാ. ഇതാണ് കേട്ടോ ലോബ്സ്റ്ററിന്റെ മുട്ട. ഒരുപാട് പുറ്റുപോലെ അതിന്റെ വയറിന്റെ അടിയിൽ കൊണ്ടു നടക്കും. ഏകദേശം 10 ദിവസമൊക്കെ കഴിയുമ്പോൾ അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളാവും. ആ കുഞ്ഞുങ്ങളെയും കുറച്ചാളും കൂടി അവർ സംരക്ഷിച്ച് അവരുടെ വയറിന്റെ അടിയിൽ തന്നെ കൊണ്ടു നടക്കുന്നുണ്ടാ. പിന്നെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാർപ്പിനെ ബ്രീഡ് ചെയ്യണ കണ്ടു. അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. വളരെ ചെറിയ നൂല് പോലെ ഓടി കിടക്കണുണ്ട്. അതാണ് കാർപ്പിന്റെ കുഞ്ഞുങ്ങൾ കേട്ടോ. കുറച്ചുകൂടി വലുതായിട്ട് ഞാൻ അവരെ നല്ല രീതിയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലി വീണ്ടും ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുതിയതായിട്ടുള്ള ടാങ്കുകളും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും ഒരുപാട് വരുന്നതായിരിക്കും കേട്ടോ. ഈ ഫിൽറ്റർ ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു ടബിൽ ഒരു കുഞ്ഞുമീൻ വന്ന് എടുക്കണുണ്ടാ. നമ്മുടെ ബിഗ് ഇയർ മോളിയുടെ കുട്ടി എങ്ങനെയോ ആ പമ്പിന്റെ ഉള്ളിൽ കൂടെ കയറി വന്നതാണ് കേട്ടോ. പിന്നെ എനിക്ക് വാട്സപ്പിലൊക്കെ ആയിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്തെങ്കിലും അത്യാവശ്യം നിങ്ങളുണ്ടെങ്കിൽ നേരിട്ട് എന്നെ വിളിച്ച് തന്നെ ചോദിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ചീപ്പായിട്ടുള്ള മീനുകളും കുറച്ച് വലിപ്പമുള്ള മീനുകളൊന്നും നമ്മൾ കൊറിയർ ചെയ്യുന്നില്ല കേട്ടോ. അത് പിന്നെ ബൾക്കായിട്ട് വേണമെങ്കിൽ ഞാൻ ട്രെയിനിലോ അല്ലെങ്കിൽ പെറ്റ്സ് വാനിലോ അയച്ചു തരാൻ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ചെറിയ ഗപ്പീസ് മോളീസൊക്കെ ഞാൻ കൊറിയർ ചെയ്തു തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലാണ്. എല്ലാവർക്കും ബൈ.